Hi guys, welcome back. So this is going to be a very short video on hostel fees and food. അപ്പോൾ ഹോസ്റ്റൽ ഫീസിനെ പറ്റി പറയുമ്പോഴത്തേക്കും നമുക്ക് ഹോസ്റ്റലിൻ്റെ പേരിന് മെയിനായിട്ട് വരുന്നത് രണ്ട് ഫീസാണ്. അതായത് ഹോസ്റ്റൽ റെൻറ്റും ഹോസ്റ്റൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫീയും. ഹോസ്റ്റൽ റെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇയർലി 480 റുപ്പീസാണ് വരുന്നത്. പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫീ നമ്മൾ പെർ മന്ത് 600 വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അത് നമുക്ക് എല്ലാ മാസം അടയ്ക്കേണ്ട, 6 മന്ത്സ് കൂടുമ്പോഴത്തേക്കും കൊടുത്താൽ മതി. നമുക്കിപ്പം എക്സാം ഓവറാകുമ്പോൾ അതായത് ഇയർലി എല്ലാ ഫീസും അടച്ചു തീർത്താൽ മാത്രമേ ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫീസും ഈ ഹോസ്റ്റൽ റെൻറ്റും എല്ലാം പേ ചെയ്തിരിക്കണം. അടുത്തത് ഹോസ്റ്റൽ മെസ്സിൻ്റെ കാര്യം. ഫസ്റ്റ് ഇയേഴ്സിനും ഹൗസ് ഏജൻസിനുമാണ് ഒരുമിച്ച് മെസ്സുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിലൊക്കെ. സെക്കൻഡ് ഇയർ മുതൽ നമുക്ക് വേറെ ഹോസ്റ്റലാണ്. അപ്പോൾ അവർക്ക് മെസ്സും വേറെ ആയിരിക്കും. ഇപ്പോൾ ഗേൾസിൻ്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് ഇയർ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ഹോസ്റ്റൽസിൻ്റെ ഹോസ്റ്റലിൽ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ ഈവനിങ് നമുക്ക് എന്തെങ്കിലും സ്നാക്സും ടീയും കാണും. പിന്നെ രാത്രി ഡിന്നർ. നമുക്ക് 3 ദിവസമോ മറ്റോ ചിക്കനൊക്കെ ഉണ്ട്. വെജ് നോൺ വെജ് ഒക്കെ സെപ്പറേറ്റ് കിട്ടും. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ സെക്കൻഡ് ഇയർ മുതലാണെങ്കിലും ഹോസ്റ്റലിൽ നമുക്ക് കോൺട്രാക്ട് ബേസ് ആണ് ഇപ്പോൾ മെസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ തന്നെയാണ്. അടുത്ത് നമ്മുടെ മെസ് ഫീ പറയുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ഇയേഴ്സിന് പെർ ഡേ 100 അത്രയും കണ്ടേ വരുന്നുള്ളൂ. സെക്കൻഡ് ഇയർ മുതൽ 125 ആ ഒരു റേറ്റിന് ആണ് പെർ ഡേ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്റ്റൽ ഫീസിൻ്റെയും മെസ്സിൻ്റെയും ഒക്കെ കാര്യം. യാ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ.